ഏതൊരാൾക്കിത്ര സ്നേഹം ഈ ഭൂമി നൽകും. ഇൽമിന്റെ വേദി നമ്മൾ ഒഴിവാക്കരുത്. വിശുദ്ധ റമദാൻ അതിനുള്ളൊരു മാസമാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നന്നായി അറിവ് പഠിക്കണം. ഉപ്പമാരോട് ഉമ്മമാരോട് ഒരു കാര്യം കൂടി ഞാൻ നിർദ്ദേശിക്കട്ടെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമാനിൽ ഒരുപാട് ദുഃഖകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കണ്ടില്ല എന്നടിക്കാൻ പറ്റൂല, കേട്ടില്ല എന്ന് പറയാനും പറ്റൂല. പക്ഷെ നമുക്ക് നല്ലൊരു ശ്രദ്ധ വേണം ആ വിഷയത്തിൽ. ഉപ്പമാരോട് ഉമ്മമാരോട് എന്താണ് എനിക്ക് പറയാനുള്ളത്? പഴയ കാലത്തുള്ള ആളുകൾ സ്വന്തം മക്കളെയും പേരമക്കളെയും കുടുംബങ്ങളെയും സംരക്ഷിച്ചതുപോലെ ശിക്ഷണം നടത്തിയതുപോലെ ശിക്ഷണം നടത്താനുള്ള തൗഫീക്കിന് വേണ്ടി അള്ളാഹിനോട് ദ്വാരക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. നരകത്തിൽ നിന്ന് മക്കളെയും നിങ്ങളെയും കുടുംബത്തെയും കാക്കണം എന്ന് അള്ളാഹുവിന്റെ വാക്കില്ലേ? ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ. എങ്ങനെ സൂക്ഷിക്കുന്ന, എങ്ങനെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ കാണാം. രണ്ടെണ്ണാണ് അതിന് വേണ്ടത്. ഒന്ന് അദ്ദിബൂഹും വഅല്ലിമൂഹും, അവർക്ക് നല്ല ഇൽമു പഠിപ്പിക്കണം. മറ്റൊന്ന് അദബും പഠിപ്പിക്കണം. ഇൽമും അദബും ഉണ്ടോ, മക്കള് നരകത്തിൽ പോകേണ്ടി വരൂല. ഇൽമും ഇല്ല, അദബും ഇല്ല. എന്നാൽ എല്ലാ അസാൻമാർഗിക രംഗങ്ങളിലേക്കും നമ്മുടെ മക്കൾ പോയാൽ നമ്മൾ ഉത്തരവാദികളാണ്. അതില്ലാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കണം. പൂർവീകരായ മഹത്തുക്കൾ അവരെ മക്കളെ എല്ലാ വിദ്യകളും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇൽമും അദബിനും ഒരു കുറവും അവർ വരുത്തിയിട്ടില്ല. എല്ലാ തരത്തിലും ഇൽമും നൽകിയിട്ടുണ്ട്, അദബും നൽകിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ നോക്ക്, ഇൽമിന്റെയും അദബിന്റെയും രണ്ട് മേഖലയും കുറവാണ്. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ക്ഷീണം അതാണ്. ഒരു കുട്ടി എങ്ങനെ വീട്ടിലിരിക്കുമ്പോ ബാപ്പ വന്ന് കയറുമ്പോ ഉമ്മ വന്ന് കയറുമ്പോ ഒന്ന് നോക്കിയിട്ട് ചിരിക്കുന്നു. ബാപ്പന്തേ വരാൻ നേരം വൈകിയെന്ന് ചോദിക്കുന്നു. ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എണീക്കാൻ പോലും മതമില്ല. നമ്മൾ കാണുന്ന കാഴ്ചയാണ്, സങ്കടമാണ് സഹോദരങ്ങളെ. എന്തെങ്കിലും അവരോടൊന്ന് ഉപദേശിച്ചാൽ ക്രോസ് വിസ്താരമാണ്. അതല്ലേ പലരും ഒന്നും പറയാത്തത്. 10-20 വയസ്സായ മകനോട് മോനെ നീ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി സുബഹി ഖളാക്കാൻ പാടില്ല എന്ന് ഉമ്മ പറയുമ്പോ, ഞാൻ വീട്ടിൽ കിടക്കുന്നതാണോ നിങ്ങൾക്ക് വിഷമം? ഞാൻ ഏതെങ്കിലും ഫ്ലാറ്റിൽ പോയി ഉറങ്ങിക്കോളാം. ഞാൻ നാളെ മുതൽ വീട്ടിൽ വരുന്നില്ല, ഫ്രണ്ട്സിന്റെ കൂടെ പോകാം. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് നൽകേണ്ട ഒരു അദബുണ്ട്. ആ അദബ് കൃത്യമായും ജീവിതത്തിൽ നൽകണം. അത് ഏത് മകനാണെങ്കിലും ഏത് മകളാണെങ്കിലും. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാണ്. ഇൽമിലും അദബിലും ഒരു കുറവില്ലല്ലോ. കല്യാണം കഴിച്ചിട്ടും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കൃത്യമായി നബി തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. ചിലർ ചിന്തിക്കും അവർ വേറെ താമസമായില്ലേ, ഇനി നമ്മൾ ഫ്രീ ആയി പോയി, അവരൊക്കെ ആയില്ലേ, മക്കളും കുട്ടികളും ആയില്ലേ, ഇനി നോക്കേണ്ടതില്ല. അല്ല അല്ല, പക്വതയും ധർമ്മബോധവും ഉള്ളവരായി ആണും പെണ്ണും മാറുന്നത് വരെ ഇൽമും അദബും രണ്ടും രക്ഷിതാക്കൾ കൂടെ കരുതേണ്ടതാണ്. എത്ര പ്രായമായാലും ശരി, എത്ര സാമ്പത്തിക സ്രോതസ്സോടെ സ്വന്തം ജീവിക്കാൻ കഴിവുള്ളവനാണെങ്കിലും ശരി, മക്കള് 3-4 ആയാലും ശരി, ഇൽമനുസരിച്ച് അമല് ചെയ്യുന്നില്ലേ, അതനുസരിച്ച് ജീവിക്കുന്നില്ലേ, ഉപദേശിച്ചു കൊടുക്കണം. ഒരൊറ്റ സാമ്പിൾ പറയട്ടെ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒന്ന് കയറി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ നിന്ന് ഫാത്തിമ ബീവിയെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ഫാത്തിമ, വേറെ വീട്ടിലാണ് ഇപ്പൊ താമസം, ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഫാത്തിമ ബീവിനെ വിളിച്ചു പറയുന്നു, ഈ സമയം ഉറങ്ങേണ്ട സമയമല്ല, അല്ലാഹു തആല റിസ്ക് വിശാലമാക്കുന്ന സമയമാണ്. ലോകത്തെ എല്ലാ ആളുകൾക്കും അല്ലാഹു ബറക്കത്ത് ചൊരിയുന്ന സമയമാണ്. സുബ്ഹിയായിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം. നമ്മളെ വീട്ടിൽ ഉറങ്ങുന്ന മെമ്പന്മാരുണ്ടോ? സുബ്ഹി നിസ്കരിച്ചും നിസ്കരിക്കാതെയും ഉറങ്ങുന്നവരുണ്ടോ? നമ്മുടെ അധ്വാനം കുറെ നടക്കുന്നുണ്ട്, കാര്യമായി ബറക്കത്തൊന്നും കിട്ടൂല. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറയുന്നത്, ഈ സമയം ഉറങ്ങേണ്ട സമയമല്ല. നമ്മളെ നാട്ടിലൊക്കെ റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും വലിയൊരു മുസീബത്ത് അതാ. കാരണം 4 മണി 4:30 മണിയാകുമ്പോ ഭക്ഷണം കഴിച്ചാൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് കിടക്കാതിരുന്നാൽ നമുക്ക് ഒരു റാഹത്തും കിട്ടൂല. കടന്നോളൂ, പക്ഷെ സൂര്യൻ ഉദിക്കുന്ന സമയം വരെ വിവാദത്തിന്റെ സമയമാണ്. ഒന്നുകൂടി പറയട്ടെ, വയലിപ്പ് നിർത്തും, 10:30 ആയാലും നിർത്തും. വയല് നീട്ടിയിട്ട് നിങ്ങളെ സുബഹി പോയി എന്നൊന്നും കേൾക്കേണ്ട ആഗ്രഹമൊന്നും എനിക്കില്ല. ഞാൻ പൊതുവെ നീട്ടി അങ്ങനെ വലിച്ചു കൊണ്ടുപോകാത്ത ആളുമാണ്.
പരമാവധി കുറച്ച് നിർത്തും. കാര്യമുള്ള എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ, ഇതിനേറെ പറയേണ്ട ആവശ്യം. ഉപകാരമുള്ള എന്തെങ്കിലും കുറച്ച് തന്നെ പറഞ്ഞാൽ മതി, അതന്നെ വേളെന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടി പറയട്ടെ, രാത്രി സമയം ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്. രാത്രി നമ്മൾ കൊല്ലരുത്. രാത്രിയെ ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ രാത്രിയെ കൊല്ലരുത്. പഠിക്കാൻ ഏറ്റവും നല്ല സമയം രാത്രിയാണ്. ഷാഫി ഇമാം റളിയല്ലാഹുവിനൊക്കെ രാത്രി ഉറക്കൊഴിക്കുമ്പോൾ ഒരു ആനന്ദം ഉണ്ടായിരുന്നു. എന്തിനെന്നറിയോ? ഈ ഇൽമു പഠിക്കാൻ. എത്രയോ രാത്രി അങ്ങനെ ഉറക്കൊഴിച്ചിട്ടുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു ആ ഉറക്കൊഴിച്ച ആ ഒരു ഇൻട്രസ്റ്റ് കല്യാണം കഴിച്ചിട്ട് പോലും കിട്ടിയിട്ടില്ല. ഏത്? ഇൽമു പഠിക്കാൻ വേണ്ടി ഉറക്കൊഴിച്ചത്. പക്ഷെ നമ്മള് ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാണാനോ കേൾക്കാനോ വേണ്ടി രാത്രി ഉറക്കമൊഴിച്ചാൽ നമ്മുടെ ആത്മീയവും ശാരീരികവും ആരോഗ്യവും മൂന്നെണ്ണത്തിനാണ് നഷ്ടം. 3 കാര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ആത്മീയമായ കനത്ത നഷ്ടം സംഭവിക്കും. കാരണം 3 മണിക്ക് ഉറങ്ങുന്ന ഒരാൾ എത്ര കുറ്റിയാലും സുബഹിക്ക് എണീക്കില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ആളെ ശരീരത്തിൽ കൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാലും ആ തണുപ്പിലും കൂടി ആളങ്ങ് ഉറങ്ങും, എണീക്കൂല. കാരണം ശരീരത്തിന് കിട്ടേണ്ട പാകപ്പെട്ട ഉറക്കം കിട്ടണം, അത് ഓരോ ശരീരത്തിനും ആവശ്യമാണ്, എല്ലാം നടക്കൂല. രാത്രി മുഴുവനും നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞങ്ങനെ വേണ്ടാന്നല്ലേ. 10 സ്വഹാബിമാർ ഒരുമിച്ച് കൂടിയിട്ട് ഒരു നിശ്ചയം, ഞങ്ങൾ ഇനി രാത്രി ഉറങ്ങൂല, രാത്രി മുഴുവൻ നിസ്കാരമാണ്. തങ്ങൾ പറഞ്ഞ വേണ്ടാറും, നിങ്ങൾ എന്റെ മാതൃക സ്വീകരിച്ചാൽ മതി, ഞാൻ രാത്രി ഉറങ്ങുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട്. ഉറങ്ങുന്നില്ല, ഫുള്ള് നിസ്കാരം, അത് വേണ്ട. ഇസ്ലാം ഒരു മിതത്താണല്ലോ കൽപ്പിക്കുന്നത്. പക്ഷെ നമ്മളെ സ്വന്തം ശരീരത്തെ ആത്മാവിനെ കൊന്നുകളയുകയാണ്. നമ്മളെ ആത്മാവിനെ പരിരക്ഷിക്കാനാണ് അല്ലാഹു തആല വിശുദ്ധ റമളാൻ തരുന്നത്. അതിന് നല്ല സൗകര്യമാണ്. റമളാനിൽ അല്ലാഹു തആല നമ്മുടെ ഒരു ശത്രുവായ പിശാചിനെ അല്ലാഹു കെട്ടിവെച്ചു. പക്ഷേ ശത്രുക്കളിൽ മുഖ്യമായ ഒരു ശത്രു കൂടെ ഉണ്ട് കേട്ടോ. അതിനെ മെരുക്കാനെങ്കിൽ നമുക്ക് ഇപ്പൊ 2 നമ്മളെ കൂടെ ഉള്ളത്. റമളാൻ മാസം 1 ആയി കഴിഞ്ഞ് മാസപ്പുറയെ കണ്ട് റമളാനായാൽ സുഫിദത്തി ശയാത്തീൻ, അതൊരു ആലങ്കാരികമായി പറഞ്ഞല്ല, യാഥാർത്ഥ്യമാണ്. പിശാചുക്കളെ മുഴുവനും ചെങ്ങലക്കിട്ടു. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, നല്ല വിശപ്പുള്ള സമയത്തും അസറിന് പള്ളിയിൽ വന്ന് ഓതുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാനുള്ള ഇപ്പൊ സമയത്ത് അസറിന്റെ ആശാരം ഓതുന്ന ആളെ കാണുന്നുണ്ടോ? റമളാനില് ളുഹറിന് അത്ര വലിയ വിശപ്പൊന്നുമില്ല, അസറാകുമ്പോ നല്ലോണം വിശപ്പുണ്ട്. അപ്പൊ 5 മണിക്ക് നോക്കുമ്പോൾ ഒരാൾ പള്ളിയിൽ ഖുർആൻ ഓതുന്നു. അതെന്താ? അത് റമളാനിന്റെ ഒരു ആത്മീയതയാണ്. എത്രയും ഇബാദത്തിന് മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ, നിയ്യത്ത് വെക്കുകയാണെങ്കിൽ, ഇത്ര സൗകര്യമുള്ള ഒരു സമയം ദുനിയാവിൽ വേറല്ല. നല്ല തൗഫീഖ് കിട്ടും. നമ്മൾ നിയ്യത്ത് നന്നാക്കിയാൽ മതി. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നിയ്യത്ത് നന്നാക്കിയാൽ എത്രയും ഓതും ചെയ്യും, എത്രയും ഇത്തികാഫ് ഇരിക്കും, എത്രയും നിസ്കരിക്കും, ഒരു മടുപ്പില്ലാത്ത സമയം. ആ റമളാൻ അങ്ങനെ 30 ദിവസങ്ങൾ നോക്ക്. ഇപ്പതാ ഭക്ഷണം കഴിക്കാനുണ്ട്, ആൾക്കാർക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ. പക്ഷെ അപ്പ വന്നിരിക്കുന്ന ആള് 2 പേജ് ഓതിയിട്ട് ഒരു പക്ഷേ പള്ളി ഇരുന്നിട്ട് എല്ലാം ഉറക്കം വരുന്നുണ്ട്. ആൾ ഉറങ്ങിയാലും കാര്യമാണ്. റമളാൻ അങ്ങനെ ആൾ ഉറങ്ങുക, 2 പേജ് ഓതി പള്ളിയിൽ അങ്ങനെ ഉത്തർന്ന് ഇത്തികാഫ് വെച്ച് അങ്ങനെ ഉറങ്ങി. അല്ലെങ്കിൽ പുരയിൽ ഖുർആൻ ഒരു ഭാഗത്ത് വെച്ചാൽ അങ്ങനെ ഉറങ്ങി. എന്നാലും സഹോദരങ്ങളെ, ആ ക്ഷീണത്തിൽ ഓതിയില്ലേ ഖുർആൻ? ഇപ്പൊ ഒരു ക്ഷീണമല്ല, ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടുന്നു. ആരാ ഓതുന്നത്? ശൈത്താന്മാരെ അല്ലാഹു ബന്ധിപ്പിച്ചു. ഒരു ശത്രു നമ്മളെ കൂടെയുണ്ട്. ശൈത്താനെക്കാളും വലിയ ശത്രുവാണത്. അതാണ് ഹവൻ നഫ്സ്. അതിനെ കീഴ്പ്പെടുത്താനുള്ള മാർഗമാണ് അല്ലാഹു നൽകിയ നോമ്പ്. അതിനെ കീഴ്പ്പെടുത്താനുള്ള മാർഗമാണ് അല്ലാഹു നൽകിയ തറാവീഹ്. അതിനെ കീഴ്പ്പെടുത്താനുള്ള മാർഗമാണ് അല്ലാഹു നൽകിയ അത്തായത്തിന്റെ ഇസ്തിഗ്ഫാർ. അത്തായം കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കിട്ടിയാല് ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഈ ദിവസങ്ങളിലൊന്നും ചൊല്ലി ഇസ്തിഗ്ഫാർ പോലെയാകൂല. റമളാനു ശരീഫിലെ ദുആ വലിയ ഉത്തരം കിട്ടുന്ന ദുആയാണ്. അതിനേറ്റവും ശ്രേഷ്ഠമായ സമയമാണ് അത്തായ സമയം. എന്താണ് മുഅ്മിൻ ചൊല്ലുന്നത്? അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവേ, ഞാൻ കുറവുള്ളവനാണ്, ഒരു നിലക്കും നിന്റെ മുന്നിൽ പറയാനോ എനിക്ക് കഴിവില്ല. നീ അലീമാണ്, നീ വലിയവനാണ്, ബഹുമാനമുള്ളവനാണ്. ഞാൻ ഏറ്റവും ചെറിയവനാണ്, സാധുവാണ്. നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. വൈകല്യങ്ങൾക്ക് കണക്കില്ല. കരുതി കൂട്ടി ചെയ്തതും ധാരാളമുണ്ട്, ബോധപൂർവം ചെയ്തതും ധാരാളമുണ്ട്. ചെയ്യരുത് എന്ന് 100 വട്ടം അറിഞ്ഞിട്ടും പിന്നെയും ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിനും ഒരു കേണപേക്ഷ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ആ നല്ല നേരത്തൊരു 10 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഏറ്റവും അധികം റമളാനിൽ ചൊല്ലുന്നത് ഇസ്തിഗ്ഫാറാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ
മിനന്നാർ. അള്ളാഹുവിന്റെ മുന്നിൽ വെക്കുന്നത്, അള്ളാഹുവേ ഒന്നുമില്ലെങ്കിലും നിന്നെ വിശ്വസിച്ച ആളാണ് ഞാൻ, അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാന് മുന്നിൽ വെച്ച് നിന്നോട് ചോദിക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹ്, ഞാനൊരു മുഅ്മിനായതുകൊണ്ട്, മുസ്ലിമായതുകൊണ്ട് എനിക്ക് പൊറുക്കണേ അല്ലാ. എനിക്ക് പൊറുത്തു കിട്ടിയാൽ പിന്നെ എനിക്ക് ആവശ്യമുള്ളത് നിന്റെ സ്വർഗലോകമാണ്. അസ്അലുക്കൽ ജന്ന, നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു. പക്ഷേ പലർക്കും നീ നരകത്തിൽ പ്രവേശിച്ച ശേഷമാണ് സ്വർഗം കൊടുക്കുന്നത്. അങ്ങനെയാകരുത്. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് പൂർണ്ണമായും കാവൽ ചോദിക്കുന്നു. അതിനെ ടച്ച് ചെയ്യാതെ, സ്പർശിക്കാതെ എനിക്ക് സ്വർഗം തരണേ അല്ലാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നന്മക്ക് കൂടുതൽ തൗഫീഖുള്ളൊരു മാസം വരുമ്പോ നല്ലവണ്ണം പ്ലാൻ ചെയ്തുകൊണ്ട് റമളാനിനെ സ്വീകരിക്കണം. ഒരുപാട് റമളാൻ കഴിഞ്ഞുപോയി. ഈ വർഷത്തെ റമളാനും അങ്ങനെയാകരുത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ മാസം വന്നിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് നല്ല നിയ്യത്തോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ, നല്ല തഖ്വയോടുകൂടെ അമൽ ചെയ്ത് പാപം പൊറുപ്പിക്കാത്ത മനുഷ്യന് തങ്ങൾ ദുആ ചെയ്തത് കേടായിട്ടാണ്. ആ ദുആഇന്റെ മെമ്പർമാരിൽ നമ്മൾ പെടരുത്. ദുആ ചെയ്തു ജിബ്രീൽ അലൈഹിസ്സലാം. ദുആഇന്റെ ഫലമായി തങ്ങൾ ആമീൻ പറഞ്ഞു. ആ ആമീൻ അല്ലാഹു തള്ളിക്കളയൂല. അതുകൊണ്ട് കാര്യഗൗരവത്തോടെ അവസാനം ഉണർത്തുന്നത്, വിശുദ്ധ റമളാനിനെ സ്വീകരിക്കാനുള്ള നല്ല പദ്ധതിയോടെ മനസ്സൊരുക്കണം. റമളാനു ശരീഫിൽ ആത്മനിർവൃതി കൊണ്ട് നന്നാകണം. അതിന് നല്ല ഇഖ്ലാസ് മുഖമുദ്രയായി സ്വീകരിക്കണം. ബറാഅത്ത് രാവ് വരുന്നു. അള്ളാഹു ഒരുപാട് ആളുകൾക്ക് പാപം പുറത്തു കൊടുക്കുന്ന രാവാണ്. പക്ഷേ ചില മെമ്പർമാരെ അള്ളാഹു മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മളതിൽ ലിസ്റ്റിൽ ഇടം തേടരുത്. ഒന്ന് മാതാപിതാക്കളെ വെറുപ്പിച്ചവനാണ്, മറ്റൊന്ന് കുടുംബബന്ധം മുറിച്ചവനാണ്, മറ്റൊന്ന് മുശിരിക്കാണ്, മറ്റൊന്ന് മുഷാഹിനാണ്, പിണങ്ങിക്കഴിയുന്നവനാണ്, മറ്റൊന്ന് സിഹ്റുകാരനാണ്. ഈ തലത്തിൽ ഒന്നിലും പെടാതെ ബറാഅത്ത് രാവിന്റെ ദുആയിലും അതിന്റെ പ്രാർത്ഥനകളിലും സംബന്ധിച്ച് വിശുദ്ധ റമളാൻ സ്വീകരിക്കുമ്പോ പിശാചുക്കളെ അല്ലാഹു കെട്ടിവെച്ചില്ലേ? നമ്മുടെ നഫ്സുൽ അമ്മാറെ കീഴ്പ്പെടുത്തിയിട്ട് പകൽ സമയത്ത് പട്ടിണി സഹിച്ച് ആരാധനകൾക്ക് സൗന്ദര്യം നൽകി, രാത്രി ഉറക്കം വരാതെ പാകത്തിന് ഭക്ഷണം കഴിച്ച് ആരാധനകൾക്ക് സൗന്ദര്യം നൽകി, റമളാനു ശരീഫിൽ ഒരു പുതുപുത്തനായ മനുഷ്യനാകണം, അള്ളാഹുവിനെ അനുസരിക്കുന്ന നല്ലൊരു അടിമയാകണം. നമ്മുടെ ഇബാദത്ത് കണ്ട് മലക്കുകളോട് അല്ലാഹു പവർ പറയുന്ന തരത്തിൽ ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന് അല്ലാഹു നമുക്ക് കഴിവേറ്റി തരട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം